ദ്വീപ് കാഴ്ചകളിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാട്ടിലെ ഒരു പഞ്ചായത്തിൻ്റെ വലുപ്പം പോലും ഇല്ലാത്ത ഈ ദ്വീപിനെ അങ്ങേയറ്റം കരുതലോടെയാണ് ഇവിടുത്തുകാർ പരിപാലിക്കുന്നത്. വീടും വീടിൻ്റെ പരിസരവും എല്ലാ ദിവസവും മുടക്കം കൂടാതെ ഇവർ വൃത്തിയാക്കുന്നു. അതിന് സമയമില്ലാത്തവർ നിർബന്ധമായും ഒരു ജോലിക്കാരനെ അത് ഏൽപ്പിക്കുന്നു. എന്തൊക്കെ വലിയ പ്രോഗ്രാമുകൾ നടത്തിയാലും, എത്ര വലിയ കാറ്റും മഴയും പേമാരിയും വന്നാലും ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും ദ്വീപ് മുമ്പത്തേക്കാൾ മനോഹരമായിരിക്കും. നമ്മുടെ കോമ്പൗണ്ട് മാത്രമല്ല, അതിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന നടപ്പാതകളും റോഡുകളും എല്ലാം വൃത്തിയാക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ഈ അലിഖിത നിയമം വീടുകൾക്കും പൊതുസ്ഥാപനങ്ങൾക്കുമെല്ലാം ഒരുപോലെ ബാധകമാണ്. ദ്വീപിലെ പ്രധാന റോഡും അതിൻ്റെ പരിസരങ്ങളും വൃത്തിയാക്കുന്നതും പരിപാലിക്കുന്നതും ഇവിടുത്തെ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള തൊഴിലാളികളാണ്. റോഡരികിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതും സംരക്ഷിക്കുന്നതുമെല്ലാം ഇവർ തന്നെയാണ്. ദ്വീപിലെ വേസ്റ്റ് മാനേജ് ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ പേരാണ് വാംകോ അഥവാ വേസ്റ്റ് മാനേജ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. വാംകോയുടെ സ്റ്റാഫ് എല്ലാ ദിവസവും എല്ലായിടത്തും എത്തുന്നു. ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും വെവ്വേറെയായി കളക്ട് ചെയ്യുന്നു. ഇവർക്ക് കിട്ടുന്ന ശമ്പളം വലിയ ഒരു തുകയായതിനാൽ ഇതൊരു മോശം ജോലിയായി ഇവിടെ കണക്കാക്കപ്പെടുന്നില്ല. ഇവർ കളക്ട് ചെയ്യുന്ന വേസ്റ്റ് ഒരു കളക്ഷൻ പോയിന്റിൽ എത്തിക്കുന്നു. പിന്നീട് വാംകോയുടെ ഒരു പ്രത്യേക വാഹനമെത്തി എല്ലാ വേസ്റ്റും കംപ്രസ് ചെയ്ത് വാഹനത്തിൽ കൊണ്ടുപോകുന്നു. വാംകോയുടെ വേസ്റ്റ് ഡിസ്പോസൽ പ്ലാന്റേഷനിലേക്കാണ് ഈ വാഹനങ്ങൾ എത്തുക. 10ഓളം വാഹനങ്ങളും ധാരാളം സ്റ്റാഫുകളും ഉള്ളതുകൊണ്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി എല്ലാ ദിവസവും നടക്കുന്നു. വളരെ മികച്ച ഒരു വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം ഉണ്ടായിരുന്നിട്ടും ഈ പ്ലാന്റിൽ നിയന്ത്രണാതീതമായി കുമിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ് ആരുടെയും നെഞ്ചെടുപ്പ് ഉയർത്തുന്നതാണ്.